ആവശ്യത്തിന് വേണ്ടി കൂടാരം അടിക്കും. ഇവിടെ ഇതാ ഒരു പണക്കാരൻ, ദേശം ധനവാൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഒരു കൂടാരത്തിൽ പാർത്തു എന്ന് വേദപുസ്തകം പറയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഇതാണ് വിശ്വാസി, ഇതാണ് പണക്കാരൻ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 വർഷം, ഏറെ ആയാൽ 80. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവം പറയുന്നു മനുഷ്യന്റെ ആയുസ് 120 മതി. അതിനു ശേഷം വീണ്ടും ദൈവം ചിന്തിച്ചുകൊണ്ടായിരിക്കാം മനുഷ്യന്റെ ആയുസ് വീണ്ടും കുറച്ചു. 80 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളിൽ 40 വർഷമേ ജീവിക്കാൻ കഴിയുള്ളൂ. പകുതി ഇരുട്ടാണല്ലോ, പകുതി രാത്രിയാണല്ലോ, പകുതി ഉറക്കമാണല്ലോ. 40 വയസ്സ് വരെ ജീവിച്ചാൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന ആളിനെ 40 വയസ്സ് വരെ 40 വർഷമേ നന്നായി ജീവിക്കാൻ കിട്ടുന്നുള്ളെങ്കിൽ അതിൽ 10 വർഷം ബാല്യപ്രായമാണ്, പിന്നെ 30 ഉള്ളൂ, പിന്നെ 10 വർഷം വാർദ്ധക്യമാണ്, അപ്പോൾ 20 ഉള്ളൂ. പിന്നെ പള്ളി വന്ന് വഴക്ക് പിടിച്ചതും അതിരു മാന്തിയതും ഹോസ്പിറ്റലിൽ പോയതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പിന്നെ ഒരു 10 വർഷം കുറയ്ക്കാം. 80 വയസ്സുകാരനെ 10 വർഷമേ നന്നായി ജീവിക്കാനായിട്ട് കിട്ടുന്നുള്ളൂ. നല്ല ഒരു ആയുസ്. 102-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. ജെ ജോസഫ് അച്ഛനെ ഞങ്ങൾ കളിയാക്കുമായിരുന്നു. അച്ഛൻ 85 വയസ്സിലും അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്, എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. നല്ല ഒരു ആയുസ്, ഒരു കൊച്ചായുസ്. അതെല്ലാം ഇപ്പോഴും ഓർക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായിട്ട് തുടരാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ ശവസംസ്കാര ക്രമത്തിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നാം വീടുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരാകുന്നു. ദിവസം തോറി തോർക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ശവക്കല്ലറയിൽ എന്റെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, എന്റെ കല്ലറ ഇപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. സഹോദരങ്ങളെ, ഇന്ന് നാം വീടുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ ശവക്കുഴിക്കുള്ളിൽ മൗനതയുള്ളവരാകുന്നു. ദിവസം തോറി തോർക്കുന്നവൻ ഭാഗ്യവാൻ. മരണത്തെ ഭയപ്പെടാൻ വേണ്ടിയല്ല, മരിക്കുമെന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. മരിക്കുമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നന്നായി ജീവിക്കാൻ, ജീവിതം ഓർഡറിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം നിർമ്മിച്ച വാഗ്ദത്ത നഗരത്തിന് വേണ്ടി നോക്കി പാർത്തിരുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, എല്ലാം മാറിപ്പോകുമല്ലോ. നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് മുമ്പ് എത്രയോ ആളുകൾ ഇരുന്നവരാണ്, നിങ്ങളിരുന്ന ഈ നിലത്തിന് മുമ്പ് എത്രയോ ആളുകൾ ഇവിടെ ഇരുന്നവരാണ്. എത്രയോ ആളുകൾ വാങ്ങിപ്പോയിരിക്കുന്നു, എത്രയോ ആളുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് മരണമുണ്ടാകുമെന്നൊരു ചിന്ത നമ്മെ നന്നായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ്. 2 ജീവിതം നമുക്ക് നന്നാക്കി തരും. ഈ ലോകത്തിലെ ജീവിതവും വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതവും അങ്ങനെയാണ്. വോൾട്ടയർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായ പ്രവർത്തകനായിരുന്നു, വലിയ എഴുത്തുകാരനായിരുന്നു, ജർമ്മൻകാരനായിരുന്ന ഈ മനുഷ്യൻ വോൾട്ടയർ. എന്നാൽ അദ്ദേഹം ഒരിക്കലും സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. ക്രിസ്ത്യാനികളെല്ലാം അദ്ദേഹം കൂടെ കളിയാക്കുമായിരുന്നു. സ്വർഗം എന്നൊന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലൊരു കസേരയുണ്ട്, വേണേ ആർക്കെങ്കിലും തന്നേക്കാം. അപ്പോൾ ക്രൈസ്തവനായ ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. വക്കീല് പറഞ്ഞു, സ്വന്തമല്ലാത്തത് കയ്യിൽ വെക്കുന്നയാളിനെ കള്ളൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ കസേരയുണ്ടെന്ന് വിശ്വസിക്കണം. യേശു പറയുന്നു, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് കർത്താവ് തന്ന ഉറപ്പാണ്. ഇത് നല്ല വിശ്വാസത്തോടുകൂടെ പിന്തുടരണം. ദർ ഇസ് എ ലൈഫ് ഹിയർ ആഫ്റ്റർ. ഇതിനപ്പുറമായിട്ടൊരു ജീവനുണ്ട്, ഇതിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുക്ക നാളുകളാണ് ഈ നാടുകളിലെ ജീവിതം. ഈ നാട്ടിലെ ജീവിതം കൂടാരം പോലെയാണ്, പൊളിച്ചു കളയേണ്ടതാണ്, പെർമനന്റ് ആയിട്ടുള്ളതെല്ലാം. കൊച്ചുഞ്ഞു ഉദ്ദേശിച്ച് അതുകൊണ്ടാണ് പാടുന്നത്,
കൂടാരവാസികളാകും നമുക്കിങ്ങു വിടുന്നോ നാടെന്നോ ചൊൽവാനെന്ത്. കൂടാരവാസികളാകും നമുക്കിങ്ങു വിടുന്നോ നാടെന്നോ ചൊൽവാനെന്ത്. കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതെന്താൻ മീരെ നാമുക്കായി വെച്ചിട്ടുണ്ട്. നല്ല ഉറപ്പാണ്. ഇത് തന്നെ, ഇത് മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നത്. വേറൊന്നിനു വേണ്ടിയല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. സ്വന്തം ശരീരത്തിൽ മരണം, യേശു മരിച്ചു. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ പ്രയാസമാണ്. അവർ യേശുവിനെ കർത്താവെന്നും പിതാവെന്നും പ്രവാചകനെന്നും എല്ലാം വേണം. എന്നാൽ അവർ പറയും, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസം. ദൈവം മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. എന്നാൽ ക്രിസ്ത്യാനികളായ നാം ഏത് കാര്യത്തിലും നമ്മുടെ വിശ്വാസം ഏറ്റു പറയുന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു. ഈ മരണം കൊണ്ടാണ് ഞാൻ മരിച്ചാലും ജീവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനും എനിക്ക് നിലനിൽക്കാനും കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നു, നസ്രയത്തിലെ യേശുവിനെ ഉയർപ്പിച്ചതിന്റെ അതേ ആത്മാവിനെ നിങ്ങൾക്ക് ഉള്ളിൽ തന്നതിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ദൈവം ഉയർപ്പിക്കും. യേശുവിനെ ഉയർപ്പിച്ച അതേ പവറാണ് ദൈവം നമുക്ക് തന്നത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളവരൊക്കെ ഒന്ന് കൈ കാണിച്ച കയ്യില്. സ്തോത്രം. ഇത് നല്ല ഉറപ്പായിരിക്കണം. ഒരിക്കലും അവിശ്വസിക്കരുത്. വിശുദ്ധ സ്നാനം മൂലം നിങ്ങൾ യേശുവിന്റെ ശരീരത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. അപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നതാണ്. ഈ ആത്മാവ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്റെ ശരീരം മരിച്ചാലും ഞാൻ ഉയർക്കും. നിത്യതയെക്കുറിച്ചുള്ള നല്ല പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം. അപ്പോൾ നമുക്ക് മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയും. അപ്പോസ്തലൻ പറയുന്ന പോലെ, മരണമേ, ഹേ മരണമേ, എവിടെ നിന്റെ ജയം? ഹേ മരണമേ, എവിടെ നിന്റെ ശക്തി? ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ നമുക്ക് കഴിയണം. യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ഞങ്ങളൊക്കെ കുരിശിന്റെ അഗ്രത്തിൽ ഒരു മൊട്ട് പോലെയാണ് കാണുന്നത്, ഒരു ബഡാണ്. ടുമോറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്ലൂം. നാളെ ഇത് വിടരും. ഞങ്ങൾ ഉപയോഗിക്കുന്ന കുരിശിനെ സ്ലീബായ എന്ന് പറയും. സ്ലീബായുടെ അറ്റവും ഒരു മൊട്ട് പോലെയാണ്. നാളെ വിടരും. ഇന്ന് രാത്രി, നാളെ നേരം വെളുക്കും. ഈ പ്രത്യാശയോടുകൂടിയാണ് ജീവിതം എപ്പോഴും. ഇത് മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട്. ഒരു മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഇത് കൂടാരം പോലെ മാത്രമേ ഉള്ളൂ. ഈ കൂടാരം പൊളിഞ്ഞു പോകും. എന്നാൽ നിത്യകൂടാരം ദൈവം തീർക്കും. ഇസ്ഹാക്ക് വർദ്ധിച്ച് മഹാധനവാനായ മനുഷ്യനായിരുന്നു. അവൻ ധനവാനായി തീർന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ അവൻ ധനികനായിരുന്നു. അവൻ നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിൽ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. വലിയ ധനവാനായിരുന്നുവെങ്കിലും ധനത്തിലൊന്നും പുകഴ്ന്നവനായിരുന്നില്ല. ഇന്നത്തെ സുവിശേഷമെല്ലാം ധനം ആർജിക്കുന്നതിന് വേണ്ടിയാണ്. മുച്ചിട്ട് കളിക്കാരന്റെ ഇടപാട് പോലെയാണ്. 3 ദിവസം പ്രാർത്ഥിച്ചാൽ 30,000 രൂപ, 30 ദിവസം പ്രാർത്ഥിച്ചാൽ 3 ലക്ഷം രൂപ, ഇങ്ങനെ വെച്ചാൽ കിട്ടും എന്ന് പറയുന്നതല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് സുവിശേഷ വേല. കുരിശിന്റെ മാർഗമാണ് സുവിശേഷം. ത്യജിക്കുന്നതാണ് ജീവിതത്തിന്റെ അർത്ഥം. കുരിശെടുക്കുന്നതാണ് സുവിശേഷ വേല. ഇത് മാറിയ ശേഷം ഇപ്പോൾ ഇത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ആർഭാടമായി ജീവിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. തെറ്റായ സുവിശേഷത്തിന്റെ മധ്യത്തിലാണ് നാം പാർക്കുന്നത്. സഭ വിട്ട ആളുകൾ ഓടി പോകാറുണ്ട്. ഓടി പോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഓടും? എവിടം വരെ പോകും? ലഗ്യോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ അശുദ്ധാത്മാവ് പന്നികളെ ബാധിച്ചപ്പോൾ പന്നികൾ കൂട്ടത്തോടെ ഓടിയെന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ വിശ്വാസം വിട്ടേച്ചും ധനത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ധനം കിട്ടുമെന്ന് ദൈവം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ധനവാനായിരിക്കുന്നത് തെറ്റല്ല, ധനം സമ്പാദിക്കുന്നതും തെറ്റല്ല. എന്നാൽ ധനമാണ് ദൈവമെന്നും ധനത്തിന് വേണ്ടി മാത്രമാണ് ദൈവവിശ്വാസമെന്നും ഈ വിശ്വാസം ധനം ആർജിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള തെറ്റായ പഠിപ്പിക്കയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശയുടെ മാർഗമാണ് ക്രിസ്തു മാർഗം. എന്റെ മാതൃയിടവയിലെ NV കുരുള എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അച്ഛന്റെ കൊച്ചമ്മ ക്യാൻസർ ബാധിച്ച് വെല്ലൂർ ആശുപത്രിയിൽ കിടക്കുകയാണ്.
അപ്പോൾ എനിക്ക് കൊച്ചമ്മയെ കാണാൻ വേണ്ടി വളരെ ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ കൊച്ചമ്മയെ കാണാൻ വേണ്ടി വലിയൊരു ആശുപത്രി ചെല്ലുന്നു. ക്യാൻസർ ബാധിതരുടെ വാർഡിൽ കൊച്ചമ്മ ഞാൻ ചെല്ലുമ്പോൾ ഒരു ബെഡിൽ ഇരിക്കുകയാണ്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. സംസാരമധ്യേ കൊച്ചമ്മ പറഞ്ഞു, ആ ബെഡിൽ ഇരിക്കുന്ന യൗവനക്കാരൻ യാക്കോബായ സഭയിലെ മൂവാറ്റുപുഴക്കാരൻ ഒരു ഷമ്മാശനാണ്. ഷമ്മാശനും എനിക്ക് 3 മാസം കൊണ്ട് ജീവിപ്പാൻ ദൈവം അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇനി 3 മാസം കഴിയുമ്പോൾ മരിച്ചു പോകും. അവർക്ക് 2 പേർക്ക് 3 മാസം മാത്രമേ ജീവിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ക്യാൻസർ അതുപോലെ അവരെ ബാധിച്ചിരിക്കുന്നു. ക്യാൻസർ ബാധിതയായി മരിക്കുമെന്നറിയുന്ന ഒരാളിനെ അടുത്ത് ചെന്ന് എന്ത് പറയും, എന്ത് പ്രാർത്ഥിക്കും? എന്റെ മനസ്സിന്റെ വലിയ വ്യഥയായിരുന്നു. എന്തൊക്കെ ഈ കൊച്ചമ്മയോട് പറഞ്ഞ് കൊച്ചമ്മയെ ആശ്വസിപ്പിക്കും? വർത്തമാനമെല്ലാം കഴിഞ്ഞപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞു, അച്ഛൻ പോകുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമുക്കൊന്നിച്ചൊരു പാട്ട് പാടണം. അപ്പോൾ ഞാൻ പരിധി നോക്കിയിട്ട് അങ്ങനെ പാടാൻ പറ്റുന്ന ഒരു പാട്ടും എന്റെ മനസ്സിൽ വന്നില്ല. കൊച്ചമ്മ ഉടനെ പറഞ്ഞു, നമുക്കൊന്നിച്ചൊരു പാട്ട് പാടാം. യേശു കയ്യിൽ മാ സ്വൈര്യം, യേശു കയ്യിൽ മാ സ്വൈര്യം, തൻ മാർവിലൻ ക്ഷേമം, തൻ സ്നേഹത്തണലിലൻ ദേഹം മേവും സ്വസ്ഥം. ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ദേഹി മേവും സ്വസ്ഥം ശുഭമായിരിക്കും. ഞങ്ങൾ ഒന്നിച്ച് ആ പാട്ട് പാടി. 3 മാസത്തിനുള്ളിൽ കൊച്ചമ്മ കടന്നുപോയി. കൊച്ചമ്മയുടെ മൃതദേഹം കണ്ടുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞ ശേഷം അന്നും ഞാൻ ഈ പാട്ട് പാടി. യേശു കയ്യിൽ മാ സ്വൈര്യം, തൻ മാർവിലൻ ക്ഷേമം, തൻ സ്നേഹത്തണലിലൻ ദേഹിമേവും സ്വസ്ഥം. ഇതൊരു വലിയ ദൈവിക അനുഗ്രഹമാണ്. ഞാൻ മരണം കൊണ്ട് തീരുന്ന ഒന്നല്ല ജീവിതം എന്നും, മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നതാണ് ഈ ജീവിതമെന്നും പറയുന്നതും പഠിപ്പിക്കുന്നതുമാണ്. ക്രിസ്ത്യാനി ഒരു കഴുകനെ പോലെ ആയിരിക്കണമെന്ന് പറയുന്നു. ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഭൂമിയിലേക്ക് വരിക, പിന്നെ വിഹായുസിനെ കുറിച്ചുള്ള ചിന്തയിൽ, ഉയരത്തിലെ കുറിച്ചുള്ള ചിന്തയിൽ, നിത്യതയെ കുറിച്ചുള്ള ചിന്തയിൽ, നിത്യനായ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിതം ക്രമപ്പെടുത്തുക. എന്നാൽ ചില ആളുകളായിട്ട് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. എന്തും ജോലിക്ക് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും മാത്രം. ഭക്ഷണപ്രിയരായ ആളുകൾക്ക് വേണ്ടി പറയുന്ന പേരാണ് ആകൽ കർസ. നമ്മൾ സാധാരണ ചിന്തിക്കും ആകൽ കർസ സാത്താനാണെന്ന് വിചാരിക്കാറുണ്ട്. സാധാരണ ആരും നമ്മുടെ ആരാധന ക്രമത്തിൽ ആകൽ കർസയുടെ ബന്ധനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന ചിലരെ പുതുക്കി സാത്താനിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയും. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയതാണ്. അപ്പോൾ സുറിയാനി പണ്ഡിതനായ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ആകൽ കർസ തിരുമേനി ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം കൊണ്ടാണ് ആളുകളെല്ലാം വീണുപോയിട്ടുള്ളത്. ആദാം വീണുപോയത് ഭക്ഷണത്തിന്റെ കൊതി കൊണ്ടാണ്. കർത്താവ് തന്നെ ഇഹലോകവാസത്തിലെ ആദ്യത്തെ പരീക്ഷ ഭക്ഷണത്തെക്കുറിച്ചാണ്. ഏത് മനുഷ്യനെ വീഴിക്കുന്നത് ഭക്ഷണം കൊണ്ടാണ്. ഭക്ഷണം മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്തിൽ ജീവിതം. ഞാനിവിടെ മലബാറിൽ ജോലി ചെയ്തപ്പോൾ പള്ളിയിൽ സ്ഥിരം വരാതിരിക്കുന്ന 1-2 ആളുകളെ കണ്ട് ഞാൻ ചോദിച്ചു, പള്ളിയിലെങ്കിലും കാണുന്നില്ലല്ലോ, എന്താ പള്ളി വരാത്തെ? അയ്യോ അച്ഛോ, എന്താ പറയാനോ, 2 എരുമയുണ്ട്, പള്ളി വരാൻ ഒക്കുന്നില്ലല്ലോ എന്ന്. എരുമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവാം, എരുമ കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാം. എന്നാൽ ദൈവത്തെ മറന്ന് ജീവിച്ചുകൂടാ, ദൈവഭയം ഇല്ലാതെ ജീവിച്ചുകൂടാ. ഇന്ന് ഈ കുട്ടികൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ അടുത്തെങ്കിലും ഒരു കൺവെൻഷൻ പോയാൽ ഇതുപോലെ കുട്ടികളെ കാണാൻ കിട്ടത്തില്ല. മക്കളെ, നിങ്ങൾ വന്നത് നന്നായി. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ പരിപൂർണമായി അചഞ്ചലമായ വിശ്വാസമുള്ളവരായിരിക്കണം. ജീവിതം അർത്ഥവത്താകുന്ന ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ഇന്ന് കുട്ടികളെ എങ്ങും കാണാൻ കിട്ടുന്നില്ല. പള്ളിയിൽ ചെന്നാൽ മുമ്പിൽ അവരില്ല, ഒരു വിവാഹത്തിൽ ചെന്നാൽ അവരവിടെ ഇല്ല, ഒരു ശവമടക്ക് ശുശ്രൂഷയ്ക്ക് ചെന്നാൽ അവരവിടെ ഇല്ല. ഒരിടത്തും ഇവരെ കാണാനായിട്ടില്ല. പള്ളിയും പട്ടക്കാരനും ദൈവവുമില്ലാതെ കുട്ടികൾ വളർന്നു പോയാൽ ജീവിതം സങ്കടകരമാകുന്നു എന്ന് ഓർത്തുകൊള്ളണം. അവരുടെ ദൈവം വയറ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവമുള്ളവരായി ജീവിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണം, ദൈവകൃപയിൽ ജീവിക്കണം.